എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ 2025 വർഷത്തെ +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതല്ലെങ്കിൽ +2 റെഗുലർ വിഭാഗം, പബ്ലിക് എക്സാമിനേഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ള പരീക്ഷ എപ്പോഴാണ് ആരംഭിക്കുക, അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് നമുക്കിതിൻ്റെ മലയാളം നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഏത് ദിവസം മുതലാണ് അപേക്ഷ ആരംഭിക്കുന്നത് എന്നുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ പാരൻറ്റ് സ്കൂൾ ബൈ ദ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾക്ക് നാളെ മുതൽ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ ഒരു മെയ് 27 അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ സ്കൂളിൽ ആണ് ഈ ഒരു അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾ സ്കൂളിൽ അടച്ചു കഴിഞ്ഞാൽ ട്രഷറിയിൽ ഈ ഒരു സ്കൂളിൽ നിന്നുള്ള പ്രിൻസിപ്പാൾമാർ, അതായത് പാരൻറ്റ് സ്കൂളിൽ നിന്നുള്ള പ്രിൻസിപ്പാൾമാർ ഈ ഒരു 28/5/2025, അതായത് ഈ ഒരു മെയ് 28 അവർ ഫീസ് ട്രഷറിയിൽ അടക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് 27 നിങ്ങൾക്ക് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ സൂപ്പർ ഫൈനോടുകൂടി, സൂപ്പർ ഫൈൻ അല്ല ജസ്റ്റ് ഫൈനാണ്, അപ്പോൾ 600 രൂപ ഫൈനോടുകൂടി അപേക്ഷാ ഫീസും അതിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ ഫൈനോടുകൂടി 29 വരെ, അതായത് 27 ശേഷം 28, 29 തീയതികളായിട്ട് അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പൈസ ട്രഷറിയിലേക്ക് നിങ്ങളുടെ പാരൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പാൾ അടക്കേണ്ടത് ഈ ഒരു മെയ് 30 അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട, അതായത് നിങ്ങൾ അപേക്ഷ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് 31 ഇത് സ്കൂളിൽ നിന്നാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെയോ അല്ലെങ്കിൽ 27 മുമ്പ് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. 27 കഴിഞ്ഞ് 28, 29 ഒക്കെ ആവുകയാണെങ്കിൽ 600 രൂപ ഫൈനോടുകൂടി 29 വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷയുടെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. ഫീ ഫോർ സേ എക്സാമിനേഷൻ സബ്ജക്റ്റ് വിത്തൗട്ട് പ്രാക്ടിക്കൽ, അതായത് പ്രാക്ടിക്കൽ നിങ്ങൾ സേ പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ സേ പരീക്ഷയോടൊപ്പം തിയറിയും എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അതായത് ഒരു സബ്ജക്റ്റിന് 175 രൂപ, മറ്റേത് പ്രാക്ടിക്കൽ ഇല്ല തിയറി മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 500 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതോടൊപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര തരത്തിൽ ഫീസ് വരികയാണെങ്കിൽ കൂടി നിങ്ങൾ കോമൺ ആയിട്ട് അടക്കേണ്ട ഒരു ഫീസാണ് സർട്ടിഫിക്കറ്റ് ഫീസ്. അപ്പോൾ അത് 40 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സർക്കുലറിൻ്റെ മലയാളം വേർഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ ഒരു സർക്കുലറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പുറമെ ലക്ഷദ്വീപിലെ സ്കൂളുകൾക്കും ഗൾഫിലെ ഒരു സ്കൂളും പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും. അതായത് നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും പരീക്ഷ ഉണ്ടാകുക. ഏതെങ്കിലും ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടാകുക. 3, 4 അല്ലെങ്കിൽ അതായത് എത്രത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട് എന്നുള്ളതനുസരിച്ച് 2, 3 സ്കൂളുകളെ അല്ലെങ്കിൽ 4 സ്കൂളുകളെ ഒരു ക്ലബ്ബാക്കിയിട്ട് അതിലേതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കുക. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് യോഗ്യത എന്ന് നോക്കാം. 2025 മാർച്ചിൽ 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ സാധിക്കാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായിട്ട് 2025 മാർച്ച് പരീക്ഷയിൽ D+ ഗ്രേഡോ അതിന് മുകളിലോ നേടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കും യോഗ്യത നേടാതെ എല്ലാ വിഷയങ്ങൾക്കും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്, ഈ ഒരു 2025 മാർച്ചിൽ ആദ്യമായിട്ട് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും D+ ഗ്രേഡോ അതിന് മുകളിലോ നേടിയവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമായി തങ്ങളുടെ ഗ്രേഡ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബയോളജി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബോട്ടണി പരീക്ഷയ്ക്കും സുവോളജി പരീക്ഷയും എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ 2025 മാർച്ചിലെ 2ാം വർഷ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് അത്
രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് 2025 ജൂണിൽ നടക്കുന്ന സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ യോഗ്യതയില്ല. അതുപോലെ പരീക്ഷാർത്ഥി അതത് വിഷയത്തിലെ ആത്യന്തിക മൂല്യനിർണ്ണയം അതായത് TEക്ക് ഹാജരായിട്ടുണ്ടെങ്കിൽ അത് ഹാജരായാൽ മതിയാവുന്നതാണ്. മാർച്ച് പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ള നിരന്തര മൂല്യനിർണ്ണയ സ്കോറും പ്രായോഗിക പരീക്ഷാ സ്കോറും പ്രായോഗിക പരീക്ഷയ്ക്കുള്ള വിഷയത്തിന് നിലനിൽക്കുന്നതാണ്. എന്നാൽ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാവാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയോട് നിർബന്ധമായിട്ടും പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ പ്രായോഗിക മൂല്യനിർണ്ണയത്തിൽ ഹാജരാകാതിരുന്നാൽ ആ ഒരു വിഷയത്തിന് ആബ്സെൻ്റ് ആയതായിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ലഭിച്ച സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ യോഗ്യത രേഖപ്പെടുത്തിയ ക്രോഡീകരിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. അതുപോലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റും ബന്ധപ്പെട്ട ലിസ്റ്റും DHSC എന്നുള്ള വെബ്സൈറ്റിലെ വകുപ്പ് തല പോർട്ടലിൽ ലഭ്യമാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷാർത്ഥികൾ 2025 മാർച്ചിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ നിന്നും അപേക്ഷാ ഫോറം വാങ്ങാവുന്നതാണ്. അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷകൾ നിശ്ചിത ഫീസ് സഹിതം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രസ്തുത സ്കൂൾ പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കേണ്ടതും അത് സ്കൂൾ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. സ്കൂൾ പ്രിൻസിപ്പൽമാർ പരീക്ഷാർത്ഥികളെ അതായത് iExams പോർട്ടൽ വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ ടിക്കറ്റുകൾ പോർട്ടലിൽ ലഭ്യമാകുമ്പോൾ മാതൃ സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വിദ്യാർത്ഥികൾക്ക് 3 ദിവസമെങ്കിലും മുമ്പ് നൽകേണ്ടതാണ്. പരീക്ഷാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ ടിക്കറ്റിൽ തെറ്റുകളൊന്നും ഇല്ല എന്നും ലഭിച്ച അഡ്മിഷൻ ടിക്കറ്റ് മാറിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തണം. സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം ഏതാണെന്ന് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ പരീക്ഷാർത്ഥികളെ അറിയിക്കേണ്ടതാണ്. ഈ ഒരു വിജ്ഞാപനം ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബാധകമാണ്. അപേക്ഷാ ഫോറം എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് എല്ലാ പരീക്ഷാർത്ഥികൾക്കും പൊതുവായിട്ടുള്ളതാണ്. സ്കൂൾ പ്രിൻസിപ്പൽമാർ അനുബന്ധ രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ടതും അപേക്ഷകളിലെ വിശദാംശങ്ങൾ ക്രോഡീകരിക്കേണ്ടതും നോമിനൽ റോളും ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കേണ്ടതും അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ അവ ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. ഇപ്രകാരം തയ്യാറാക്കപ്പെട്ട നോമിനൽ റോളിൻ്റെയും ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും പകർപ്പ് ക്ലബ്ബ് ചെയ്യപ്പെട്ട സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ടിന് നിശ്ചിത സമയത്തിനുള്ളിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 21 തീയതിയാണ്. അപ്പോൾ നാളെ മുതൽ അപേക്ഷിക്കാം. 21 തീയതി അപേക്ഷ സമർപ്പിക്കാൻ 21 തീയതിക്ക് മുമ്പായിട്ടോ 21 തീയതിയിലോ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്തവർ 29 തീയതിയോടുകൂടി നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടക്കുന്നത് അതിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ കൂടി കൊടുത്ത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ പരീക്ഷാർത്ഥികൾക്ക് ഗൾഫിൽ അനുവദിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രത്തിലോ വിദ്യാർത്ഥി പഠിച്ച വിഷയ കോമ്പിനേഷനുകളും ഉള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷാ കേന്ദ്രത്തിലോ പരീക്ഷ എഴുതാവുന്നതാണ്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ഒരു പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുടെ കൈവശം തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിൽ പരീക്ഷാർത്ഥിയുടെ ഫോട്ടോ പതിപ്പിക്കേണ്ടതും ആയത് മാതൃ സ്കൂൾ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. പരീക്ഷാർത്ഥി പഠിച്ച ഗൾഫ് സ്കൂളിൻ്റെ സീലും പതിക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു പരീക്ഷാർത്ഥി മാർച്ച് 2025 ഹയർ സെക്കൻഡറി പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റും മാതൃ സ്കൂൾ തിരിച്ചറിയൽ കാർഡും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാർത്ഥി പഠിച്ച ഗൾഫ് സ്കൂൾ പ്രിൻസിപ്പാൾ പരീക്ഷാർത്ഥിയെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങളും ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെൻറ്റും സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യത്തക്ക രീതിയിൽ മുൻകൂറായി നൽകേണ്ടതാണ്. മാതൃ സ്കൂൾ പ്രിൻസിപ്പാൾ കേരളത്തിലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ jdexam@gmail.com അയക്കേണ്ടതാണ്. ഗൾഫ് മേഖലയിലെ ഒരു സ്കൂളിൽ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുവാനുള്ള മുഴുവൻ ചെലവും ഗൾഫ് മേഖലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും തുല്യമായി വഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. ലക്ഷദ്വീപ് മേഖലയിലെ പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 2025 പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാവുന്നതാണ്. സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തവും ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറി ഭരണവിഭാഗത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിശ്ചിതമാണ് എന്ന വ്യവസ്ഥയിലാണ് സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രായോഗിക പരീക്ഷ എന്ന് പറയുമ്പോൾ പ്രായോഗിക പരീക്ഷ ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് 4/6/2025, 5/6/2025 എന്നീ തീയതികളിൽ നടത്തുന്നതാണ്. ജനുവരി ഫെബ്രുവരി 2025 പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരായവർ സേവർ ഇംപ്രൂവ്മെൻറ്റ് പ്രായോഗിക പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാവേണ്ടതില്ല. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ടൈം ടേബിളാണ്. 23/6/2025 മൺഡേ പാർട്ട്
2 ലാംഗ്വേജസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 23/6/2025 ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 24/6/2025 ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ച പാർട്ട് 1 ഇംഗ്ലീഷാണ് രാവിലെ ഉള്ളത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. 25 ബുധനാഴ്ച രാവിലെ മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത്, ശാസ്ത്ര, സൈക്കോളജി എന്നിവയാണ്. 25/6/2025 അതായത് അന്നത്തെ ദിവസം തന്നെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. 26/6/2025 അതായത് വ്യാഴാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ 26/6/2025 വ്യാഴാഴ്ച തന്നെ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയുള്ളത്. അതുപോലെ തന്നെ 27/6/2025 രാവിലെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് വരിക. അന്ന് ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് പരീക്ഷയുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.